ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് അതിഥികളുണ്ട്. അപ്പം നേഴ്സുമാർക്ക് പ്രധാനപ്പെട്ട കുറച്ച് അറിവുകൾ പകർന്നു തരാനായിട്ട് നമുക്ക് കുറച്ച് അതിഥികളുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പങ്കിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പ്രയോജനകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ചേച്ചി, നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ജർമ്മനി വന്ന വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുണ്ടായ സാഹചര്യവും പഠിച്ച രീതിയും ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞങ്ങളെല്ലാവരും ഗോയിത്തയിലാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്. അപ്പം ഞങ്ങൾ 2 സെക്ഷനായിട്ട് തിരിച്ചായിരുന്നു. A1 കഴിഞ്ഞവർ A2 ബാച്ചിലോട്ടും പിന്നെ ബാക്കി എല്ലാവരും A1 ബാച്ചിലോട്ടുമാണ്. അത് അവർ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നുണ്ട്, നമുക്ക് എത്രത്തോളം എക്സാം എഴുതി എടുക്കാൻ പറ്റും എന്നുള്ള ഇതൊക്കെ നോക്കിയിട്ട് അവർ നമ്മളെ ക്ലാസ്സിലോട്ട് തിരിച്ചിട്ടാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ടാണ് ഞങ്ങളുടെ ബാച്ച് അറേഞ്ച് ചെയ്തത്. എനിക്ക് തോന്നുന്നു 5-6 ക്ലാസ് ഉണ്ടായിരുന്നല്ലേ നമ്മൾ. നമ്മുടെ എറണാകുളത്ത് ആണെങ്കിൽ നമുക്ക് ഞങ്ങളൊരു ബാച്ച് ഉണ്ടായുള്ളൂ. നമ്മുടെ 8th ഇത് തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ആകുമ്പോൾ A1 തൊട്ട് തുടങ്ങിയില്ലേ, അവിടെ എങ്ങനെയാണെന്ന് A1 തൊട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് 5-6 ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. 5-6 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ട് ഞങ്ങൾക്ക് 4 ക്ലാസ് ആയിരുന്നു. എനിക്ക് 4-5 ക്ലാസ് ആയിട്ടായിരുന്നു തിരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ 4-5 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ട് കുറച്ച് സെക്ഷനായിട്ടാണ് അത് നടത്തിയിരുന്നത്. ഒരു 10-20 പേരുള്ള ക്ലാസ് ആയിട്ടായിരുന്നു ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഗ്രാമർ മുതൽ ബേസിക് മുതലുള്ള കാര്യങ്ങളെല്ലാം അവർ പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് എക്സാം നടത്തുവാണ് ചെയ്തത്. എക്സാം നടത്തിയപ്പോഴാണെങ്കിൽ ട്രിപ്പിൾ വിന്നിൻ്റെ വഴി നമുക്ക് അതിന് വേണ്ടിയിട്ട് A2ഉം B1ഉം പഠിച്ചപ്പോൾ ഒരു സ്റ്റൈഫൻഡ് പോലെ ഒരു എമൗണ്ട് ഓഫ് മണിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ട്രിപ്പിൾ വിൻ വഴി പഠിക്കുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ ക്യാഷൊക്കെ കുറവുള്ള ആൾക്കാർക്ക് ഇപ്പം 4-5 ലക്ഷം രൂപ ശരിക്കും മുടക്കുണ്ട് നമുക്ക് വരുന്നതിനല്ലേ പ്രൈവറ്റ് ഗോയിത്തയിൽ തന്നെ ഫീസ്, എക്സാം ഫീസും ക്ലാസ്സിൻ്റെ ഫീസും ഒക്കെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അത് ശരി. അപ്പം നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണമെങ്കിലാണ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടിയിട്ടുണ്ടായുള്ളൂ. രണ്ടാമത്തെ അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡേറ്റ് ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ എഴുതുമ്പോൾ ജയിച്ചാലും നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടിയിട്ടുണ്ടായില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ജയിക്കുന്നവർക്കാണ് സ്റ്റൈഫൻഡ് ഉള്ളൂ. ശരി. അതിൻ്റെ ഈ നമ്മുടെ ജർമ്മൻ എക്സാമിനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത് എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ഡേറ്റ് കിട്ടുക എന്നുള്ളത് അല്ലേ. അപ്പം അതും നമുക്ക് എളുപ്പമായിരുന്നു ഈ ട്രിപ്പിൾ വിൻ വഴി വന്നതുകൊണ്ട്. അങ്ങനെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് മൊത്തം നല്ല എളുപ്പമായിരുന്നു. B1 വരെ B1 ലെവൽ വരെ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. B2 വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ആരാണോ എംപ്ലോയർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ ആൾട്ടൻഹൈമുകാർ ഞങ്ങളെ ഹയർ ചെയ്ത് കൊണ്ടുവരികയെ അവരാണ് പിന്നെ ഞങ്ങളെ പഠിപ്പിച്ചത് ഇവിടെയുള്ള. അതെ, നമ്മൾ B1 പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിന് കോളുകൾ വരുമായിരുന്നു. അങ്ങനെ നമുക്ക് ആൾട്ടൻഹൈം വേണോ അതോ ക്രാങ്കൻ ഹൗസ് വേണോ അതായത് ഹോസ്പിറ്റൽ വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ട് ആൾട്ടൻഹൈമിലൊക്കെ എന്നെ സംബന്ധിച്ചോളം ഞാനൊക്കെ ആൾട്ടൻഹൈമാണ് നോക്കിയത്. അപ്പോൾ ചേച്ചി, വേറെ ഒരു പൊതുവായിട്ടുള്ളൊരു സംശയമുണ്ട്. അതായത് നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പൊതുവായിട്ടുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇവിടെ ജർമ്മനിയിലേക്ക് വരുമ്പം നമുക്ക് ആൾട്ടൻഹൈം വേണോ ക്രാങ്കൻ ഹൗസ് വേണോ നമ്മുടെ ആംബുലൻസ് ഫ്ലീഗ വേണോ എന്നുള്ളൊരു സംശയമുണ്ട് പൊതുവായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ക്രാങ്കൻ ഹൗസിലാണ്. ലിൻഡി വർക്ക് ചെയ്യുന്നത് ആൾട്ടൻഹൈമിലാണ്. ലിൻഡു ക്രാങ്കൻ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ ഒരു ചോയ്സാണ്. അതിപ്പോൾ നമ്മളിപ്പം നാട്ടിലാണെങ്കിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ചിലർക്ക്. ഇപ്പം എന്താ പറയണ്ടേ, OTയിൽ വർക്ക് ചെയ്യുന്നവർ, ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്നവർ, വാർഡിൽ വർക്ക് ചെയ്യുന്നവർ, എമർജൻസിയിൽ ICUയിൽ അങ്ങനെയുള്ളൊരു വ്യത്യാസം ഇതിൻ്റെ അകത്തുണ്ട് ശരിക്കും അല്ലേ. ഞങ്ങൾക്ക് ക്രാങ്കൻ ഹൗസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ സ്റ്റേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ വാർഡിന്. അപ്പോൾ ഇവിടുത്തെ ഏത് സ്റ്റേഷൻ വേണമെന്നുള്ളത് നമുക്ക് ഇൻ്റർവ്യൂവിൽ പറയാം. അതിനനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ നാട്ടിൽ ആ എക്സ്പീരിയൻസ് തന്നെ കറക്റ്റ് ഉള്ളിടത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവർക്ക്. നമുക്ക് താല്പര്യം ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ചില വാർഡുകളിൽ സർജിക്കൽ വാർഡുകളിലൊക്കെ സാലറി കൂടുതലുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇതുവരെ ഞങ്ങൾ അനർക്കനം കഴിഞ്ഞ് ലൈസൻസ് കൈ കിട്ടിയ നേഴ്സുമാരല്ല. ഞങ്ങൾ B2 കഴിഞ്ഞ്
ജസ്റ്റ് അനർക്കന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സുമാർ. അതുകൊണ്ട് അതിൻ്റെ സ്റ്റൈഫൻഡിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സാലറി ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ചില വാർഡുകളിൽ ഇപ്പം എമർജൻസി വാർഡിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇവിടെ സാലറി കൂടുതലുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ക്രാങ്കൻ ഹൗസിൽ ബാക്കി വാർഡുകളിലെല്ലാം ഏകദേശം ഒരേ സാലറിയാണ്. പിന്നെ ക്രാങ്കൻ ഹൗസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മൾ ഇവിടെ അധികം നമ്മൾ ബേസിക് ആയിട്ടുള്ള കെയർ മാത്രമാണ് നേഴ്സുമാർ കൊടുക്കുന്നത്. കാരണം ബാക്കിയെല്ലാം ഡോക്ടേഴ്സാണ് ചെയ്യുന്നത് ഇവിടെ. അതായത് NG ട്യൂബ് ഇടുക, കാനുല ഇടുക, അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക, പണികളെല്ലാം ഡോക്ടർമാരാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പേഷ്യൻറ്റിന് രാവിലെ നമ്മളിപ്പം പേഷ്യൻറ്റിന് ഇവിടെ എന്ന് പറഞ്ഞാൽ ബൈസ്റ്റാൻഡർ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി നമ്മൾ തന്നെയാണ് നോക്കുന്നത്. ഫുഡ് കൊടുക്കുക, കുളിപ്പിക്കുക, പിന്നെ മെഡിസിൻ കൊടുക്കുക, പിന്നെ പേഷ്യൻറ്റിൻ്റെ എല്ലാ ബേസിക് നീഡുകളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് മെയിനായിട്ടുള്ള നേഴ്സുമാരുടെ പണി. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പം പൊതുവായിട്ട് നമുക്ക് എല്ലാ നേഴ്സുമാർക്കും ഒരു പ്രശ്നം വരുന്ന അതിൻ്റെ അകത്താണ്, ഒരു കൺഫ്യൂഷനും പ്രശ്നം. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ആൾട്ടൻഹൈമിനെ കുറിച്ച് ലിൻഡി പറയട്ടെ. ആൾട്ടൻഹൈമിൽ നോക്കുമ്പോൾ ക്രാങ്കൻ ഹൗസിൽ വെച്ച് നോക്കുമ്പോൾ ക്രാങ്കൻ ഹൗസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. ആൾട്ടൻഹൈം എന്ന് പറയുമ്പോൾ ഓൾഡ് ഏജ് ഹോം. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ നമ്മുടെ ക്രാങ്കൻ ഹൗസിനേക്കാൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ ഒക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കെയറാണ് അത്. കംപ്ലീറ്റ് നമ്മൾ അവർക്ക് കെയർ കൊടുക്കണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഇതൊക്കെ തന്നെയാണ്. അവർക്ക് അതാണ് അവരെ കുളിപ്പിച്ച് കൊടുക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക, അവരുടെ പൊസിഷൻ മാറ്റി കൊടുക്കുക, അവരുടെ ബെഡ് ശരിക്കിടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇച്ചിരി ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവരെ പൊക്കാനൊക്കെ ആയിട്ട് നമുക്ക് അതിനുള്ള ഡിവൈസുകളൊക്കെ ഇവിടെ ഉണ്ട്. അത് നമ്മളെ പഠിപ്പിച്ച് തരും, അവരെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാനായാലും ഒക്കെ എളുപ്പമാണ്. പിന്നെ സാലറി ആയാലും നമ്മളിപ്പോൾ ആൾട്ടൻഹൈമിൽ ഇച്ചിരി പണി കൂടുതലാണ്, ഫിസിക്കലി ഇച്ചിരി പണി കൂടുതലാണ് ക്രാങ്കൻ ഹൗസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ സാലറി ആൾട്ടൻഹൈമിൽ ഇച്ചിരി കൂടുതൽ കിട്ടും. അത്രയ്ക്കും അധികം ജോലി അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇപ്പോൾ അനർക്കനും കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുന്ന് ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ അസിസ്റ്റൻറ്റ് നേഴ്സിൻ്റെ ജോലികളാണ് ഇവിടെ ചെയ്യണത്. ഹോസ്പിറ്റലിൽ എനിക്കൊന്ന് ഡോക്യുമെന്റേഷൻ ഒത്തിരി കൂടുതലാണ്. ആൾട്ടൻഹൈം വെച്ച് നോക്കുമ്പോൾ ഡോക്യുമെന്റേഷൻ ഒത്തിരി കൂടുതൽ വരുന്നുണ്ട്. അത് ശരിയാണ്. കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിലാണ് അധികം ഡോക്യുമെന്റേഷൻ, പക്ഷേ പേപ്പർ വർക്കുകളും ഉണ്ട്. പിന്നെ അത് ഓരോ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ വരുമ്പം ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ പോലെ ഓരോ ഹോസ്പിറ്റലിനും പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആൾട്ടൻഹൈമിൽ ഞങ്ങൾ കണ്ടൊരു മെച്ചമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥിരം പേഷ്യൻ്റ് അല്ലേ, അത് ഭയങ്കര ഒരു ഗുണമാണ്. കാരണം വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് ഇപ്പോൾ ശരിക്കും അങ്ങോട്ട് കറക്റ്റായിട്ട് അറിയില്ലല്ലോ വരുമ്പോഴൊക്കെ. അപ്പം നമുക്ക് ഈ സ്ഥിരം കാണുന്ന പേഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് നാൾ നിന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംസാരിക്കാണ്ട് തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ക്രാങ്കൻ ഹൗസിൽ, അതായത് ഹോസ്പിറ്റലാണെങ്കിൽ ഡെയിലി പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ രീതികൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആൾട്ടർനേറ്റീവ് സുഖമാണ്. നമുക്ക് എല്ലാതും അവരുടെ ചെയ്ത് കൊടുക്കാം. അവരൊന്നും പറയാണ്ട് തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഒരു 10 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ലാംഗ്വേജ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾട്ടൻഹൈം ആയിരിക്കുമോ ക്രാങ്കൻ ഹൗസ് ആയിരിക്കുമോ നമുക്ക് ബെറ്റർ? അതിനെക്കുറിച്ച് ഒരു ചെറിയ അവലോകനം. അത് സംശയമില്ല, അത് ക്രാങ്കൻ ഹൗസ് തന്നെയാണ് ഉറപ്പായിട്ടും പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാക്ടിക്കൽ, ഇപ്പോൾ ഞാനിപ്പോൾ ആൾട്ടൻഹൈമിലാണ്, ഇപ്പം ഞങ്ങൾ പ്രാക്ടിക്കൽ ക്രാങ്കൻ ഹൗസിലാണ്. അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് തോന്നിയത്, ഒരു മാസം കൊണ്ട് എനിക്ക് തോന്നിയത് ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് ക്രാങ്കൻ ഹൗസിലാണ്. കാരണം നമ്മൾ പല ആൾക്കാരെ പല ദിവസങ്ങൾ പല ആൾക്കാരെയാണ് കാണുന്നത്. ഒരേ സ്റ്റാഫിനെയോ ഒരേ രോഗികളെയോ അല്ല കാണുന്നത്. അതിലൊരു ഗുണമുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. അത് ശരിയാ. പിന്നെ ഞങ്ങളിപ്പോൾ സാക്സൺ എന്ന് പറയുന്ന ബുണ്ടസ്ലാൻഡിലാണുള്ളത്, അതായത് ഡെലീഷ് സാക്സൺ എന്ന് പറയുന്ന ബുണ്ടസ്ലാൻഡിൽ നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കുന്ന നമ്മൾ ഈ ഡോയ്ഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഹോക്ക് ഡോയ്ഷ് മാത്രമാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ നമ്മളിപ്പം തൃശ്ശൂർ ഭാഷ പറയുന്നു, പാലക്കാട് വേറൊരു ഭാഷ പറയുന്നു, കാസർഗോഡ് വേറെ, അങ്ങനെ മലയാളത്തിൽ തന്നെ വേറെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അതുപോലെ ഈ ഡോയ്ഷിലും അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരുപാട് വാക്കുകൾ, നമ്മളിപ്പം ഡോയ്ഷിലാണെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ഈ സാക്സണിൽ ഡെലീഷിൽ ക്ലോ, പുളോൺ, അങ്ങനെ പല വാക്കുകൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കും ഇത് എന്താണ് ഈ സംഭവം എന്ന് ഓർക്കും. പക്ഷേ അങ്ങനെയൊക്കെ കുറേ വാക്കുകൾ പഠിക്കാൻ ശരിക്കും അത് നമ്മൾ ആ ഒരു നാട്ടിൽ നിൽക്കുമ്പോഴാണ് നാട്ടിലെ പഠിക്കുന്നത്. ഇപ്പം വേറെ ബുണ്ടസ്ലാൻഡുകളിലോട്ട് പോയി അവിടെയെല്ലാം വേറെ ഓരോ ഇതുണ്ട്, ബയൺ അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഭയങ്കര ഇതുണ്ട്. ശരിക്കും ഹാംബൂർഗിലാണ് കറക്റ്റ് ഹോക്ക് ഡോയ്ഷ് പറയുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. കൃത്യമായ അറിവില്ല, എന്നാലും അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. 90% അത് അങ്ങനെയാണെന്ന് തോന്നുന്നു.
അപ്പോൾ ചേച്ചി വേറെ ഒരു ചോദ്യം കൂടി, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു, അപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ ആകുമല്ലോ, അപ്പോൾ എംപ്ലോയർ ഇൻ്റർവ്യൂ ആവും, സെലക്ഷൻ ഇൻ്റർവ്യൂ, സ്ക്രീനിങ്, ഇതിനെക്കുറിച്ച് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ തരാമോ? ഞങ്ങൾക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് ട്രിപ്പിൾ വിന്നിന്ന് ആദ്യം കുറച്ച് പേര് വന്നിട്ട് ഇവിടുത്തെ ട്രിപ്പിൾ വിന്നിൻ്റെ ബോർഡുകാർ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അത് ശരിക്കും HR-ൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇല്ലേ നമ്മുടെ നാട്ടിലെ, അതുപോലെയായിരുന്നു. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ജർമ്മനിയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താണ്, നമുക്കിവിടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് ഡോയിഷ് എന്തെങ്കിലും അറിയാവോ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്ന ഡോയിഷിൽ ഇപ്പോൾ ഒരു വാക്കാണെങ്കിലും അവരോട് പറയുക എന്ന് അവർക്കത് കേൾക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അതായത് നമ്മൾ ആ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയാവോ എന്നാണ്. അതായത് നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ നമുക്കൊരു സ്ഥലത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ജർമ്മനിയുടെ കൾച്ചർ, അതിൻ്റെ സ്ഥലങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ അവരെ അല്ലേ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് തന്നെ തോന്നും. അതെ അതെ അതെ, നമ്മളതിനെ കുറിച്ച് പറയുമ്പോൾ അത് നല്ല കാര്യമാണ്. വേറെന്താ, അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഇത് വന്നപ്പം. പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ എംപ്ലോയറുടെ അടുത്തു നിന്നുള്ള ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ വിന്നുകാർ തന്നെ നാട്ടിലെ നോർക്ക അവർ അറേഞ്ച് ചെയ്തതായിരുന്നു. അപ്പം ഓരോരുത്തർക്കും നമ്മുടെ ഒരു B1 A2 B1 ലെവലാകുമ്പോഴത്തേക്കും നമുക്ക് ഇവർ തന്നെ ഒരു എംപ്ലോയറെ തിരഞ്ഞെടുത്തിട്ട് അവരെ അങ്ങോട്ട് ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പം ഞങ്ങളുടെ ക്രാങ്കൻ ഹൗസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇൻ്റർവ്യൂ ബോർഡായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരേ അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലുള്ള ആൾട്ടൻഹൈമിലും ക്രാങ്കൻ ഹൗസിലുമാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇൻ്റർവ്യൂ ബോർഡ് ഒന്നായിരുന്നു. അപ്പോൾ അവർ വലിയൊരു ഇൻ്റർവ്യൂ ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾക്ക് അധികം ഡോഷൊന്നും അറിയില്ലാത്ത സമയത്ത് കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളോട് ഇംഗ്ലീഷിൽ അത് അവർ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ അന്ന് നമ്മൾ പഠിച്ചായിരുന്നു. നമുക്ക് B1 ഒക്കെ ആയിപ്പായിരുന്നു നമ്മൾ ഇന്റർവ്യൂവിന് പോയത്. അപ്പൊ നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ പറയാൻ പറ്റുമായിരുന്നു. ജർമ്മനിൽ തന്നെ പറയാൻ പറ്റുമായിരുന്നു. ബാക്കി നമുക്ക് അറിയാൻ പറ്റാത്തതൊക്കെ അവർ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ചെയ്ത് പറഞ്ഞു തരുമായിരുന്നു. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, നമുക്ക് ഏതാണ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളത്, അതിലെന്തൊക്കെ. ഇപ്പം ഞങ്ങളോട് മെയിനായിട്ട് ചോദിച്ച ഒരു പേഷ്യൻ്റ് ഇപ്പം കൊളാപ്സ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും. പക്ഷെ അപ്പം നമുക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് IV കയറ്റും, അങ്ങനെയുള്ള ഒരു വലിയ ആൻസർ അല്ല. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് എന്താ ചെയ്യുക, പേഷ്യന്റിനെ വന്നപ്പോൾ തന്നെ പേഷ്യന്റ് നമ്മൾ ആദ്യം തന്നെ ഓടിപ്പോയി ഡോക്ടർ വിളിക്കുന്നതൊന്നല്ലല്ലോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ കംഫർട്ടായിട്ട് കിടത്തി അവരുടെ ഷുഗർ കുറഞ്ഞെങ്കിൽ പെട്ടെന്ന് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തു. അതൊക്കെ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ നഴ്സുമാരുടെ ലെവൽ വെച്ച് അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് കത്തീഡ്രൽ ബ്ലോക്കായി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ നമ്മൾ ഓടിപ്പോയിട്ട് ബ്ലാഡർ വാഷിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കണ്ട. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവരതിൽ തൃപ്തികരാണ് അവർക്ക്. ഞങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൊളാപ്സ് ആയി വീണ പേഷ്യന്റ് ആദ്യം വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യാന്ന് പറയാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ഇതാണ്, അസൈൻമെന്റ് ആണ്. അപ്പം നമുക്ക് അത്രയും അങ്ങനെ ബേസിക് ആയിട്ടുള്ള ആൻസറുകളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വലിയ അല്ലെങ്കിൽ പേഷ്യന്റിന് CPR കൊടുത്തു അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവരതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇവിടുത്തെ നഴ്സുമാരുടെ പിന്നെ എന്താ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഒന്ന് ജസ്റ്റ് അന്ന് അറിഞ്ഞിരുന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്ന ആൻസർ കേൾക്കുന്നതാണ് അവർക്ക് സന്തോഷം. ഇപ്പോൾ BP ഉള്ള പേഷ്യന്റിന് BP മെഡിസിൻ അവർ കഴിച്ചായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗറിന്റെ മെഡിസിൻ അവർ കഴിച്ചായിരുന്നോ, അതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് വേഗം പോയിട്ട് എക്സ്ട്രോസ് ഇട്ടു അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. പിന്നെ ആളെ നേഴ്സുമാരെ കൂടെ ഉള്ളവരെ വിളിക്കുക, അത്രയൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ നമ്മുടെ ആൻസർ. അപ്പൊ ഇന്റർവ്യൂ മൊത്തത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ? അതെ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. നല്ല ഫ്രണ്ട്ലി ഇന്റർവ്യൂ. അപ്പൊ ചേച്ചി ഒരു സംശയം കൂടിയുണ്ട്. അതായത് ഈ നമുക്ക് ഇവിടെ വരുമ്പം നമ്മുടെ ഈ ഒരു എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന 2 എക്സാമാണ് അൻപാസും കെന്നീസും. അപ്പം ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസം അറിയത്തില്ല. ഞങ്ങൾക്കിപ്പം അൻപാസും ആണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ഓരോ ഹോസ്പിറ്റലിലെ എംപ്ലോയറുടെ പിന്നെ ആ ഒരു പരീക്ഷ നടത്തുന്ന സെൻറ്ററിൻ്റെയും ഇത് ഡിപ്പെൻഡ് ചെയ്താണെന്ന് തോന്നുന്നു എക്സാം വരുന്നത്. ഞങ്ങൾക്ക് അൻപാസും പറഞ്ഞപ്പോൾ അത് ഹോസ്പിറ്റലിൽ ജസ്റ്റ് പ്രാക്ടിക്കൽ അവർക്ക് അവിടെ തന്നെ ഉള്ളവർക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട്
പിന്നെ ഒരു ചിലപ്പോൾ തിയറി എക്സാം ആയിരിക്കാം, ചിലപ്പം വൈവ ആയിരിക്കാം. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻറ്റീനീസ് മീൻസ് അനർക്കനുന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു രജിസ്ട്രേഷനാണ്. അതായത് നമുക്ക് ഇവിടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു നമ്പർ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നതെന്നാണ് ഈ എന്താ പറയുക അനർക്കനുങ് എന്ന് പറയുന്നത്. ഈ അനർക്കനുങ്ങിനുള്ള 2 എക്സാമുകളാണ്. ഈ അനർക്കനുങ്ങിനുള്ള 2 എക്സാമാണ്. ഒന്ന് അൻപാസുങ്ങും രണ്ടാമത് ക്യാൻറ്റീനീസയും. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ക്യാൻറ്റീനീസിനെ പറ്റി ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയില്ല, കാരണം ഞങ്ങൾക്ക് അൻപാസുങ്ങാണ്. അൻപാസുങ്ങിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിയറി കുറച്ച് ക്ലാസ്സുകളുണ്ടായിരുന്നു. നമ്മൾ ഓരോ ഡിസീസ് കണ്ടീഷൻ വെച്ച് ഞങ്ങൾ പഠിപ്പിക്കും. നമ്മൾ നാട്ടിലൊക്കെ കെയർ പ്ലാൻ എഴുതും, അങ്ങനെ ചെയ്യില്ല. അതുപോലെ എഴുതി അത് നമ്മൾ മറ്റേ ഓറൽ എക്സാമായിട്ട് അവർ നടത്തും. പിന്നെ പ്രാക്ടിക്കൽ ഉണ്ട്. ഇപ്പം നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് അവർ ചെയ്യണ ഏതെങ്കിലും നമ്മൾ ചെയ്യണ പ്രൊസീജിയറുകൾ, ഇപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ അതായത് മറ്റേ സ്പഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റൽസ് ചെക്ക് ചെയ്യുക, പിന്നെ ഷുഗർ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെയാണ് നമുക്ക് തരുന്ന ഒരു അസൈൻമെൻറ്റുകൾ തരുന്നത് പ്രാക്ടിക്കലിന്. ക്യാൻറ്റീനീസിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ക്യാൻറ്റീനീസിക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചധികം കൂടിയും കെയർ പ്ലാനുകളൊക്കെ എഴുതി സബ്മിറ്റ് ചെയ്യണം. എക്സാമിനറിൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ കെയർ പ്ലാൻ പ്രസൻറ്റേഷനൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾക്കിത് കൂടുതലതിനെ പറ്റി അറിയാത്ത കാരണം പറയാത്തത്. അൻപാസും എന്തായാലും ഇങ്ങനെ തന്നെയാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ക്യാൻറ്റീനീസ് പ്രൂഫും എഴുതിയവരൊക്കെ പറയുന്ന കേട്ടോ എങ്ങനെയാ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഒരു കറക്റ്റ് ഒരു എക്സാം സെൻറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് എക്സാം സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഈ വൈവ അറ്റൻഡ് ചെയ്യണം. പിന്നെ അതിന് ഇത്ര കറക്റ്റ് മണിക്കൂറുണ്ട്, എത്രയോ മണിക്കൂർ, ആ ഒരു ടൈം നമ്മൾ മീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ക്രൈറ്റീരിയാസ് കൂടുതലാണ്. അതുകൊണ്ട് പൊതുവേ ഇവിടെ മലയാളികളുടെ ഇടയ്ക്ക് ഒരു ടോക്കുണ്ട്, ക്യാൻറ്റീനീസ് പ്രൂഫും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു രീതിയിൽ. പക്ഷെ അതിൽ എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ക്ലാസ് നടന്ന ഞങ്ങളുടെ ട്യൂട്ടറോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെ ഒരു വ്യത്യാസം ഒരിക്കലും ഇല്ല, ഇത് രണ്ടും ഒരുപോലെ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിപ്പം ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു അഭിപ്രായമാണ് ഇങ്ങനെ. അപ്പം അതിലിപ്പോൾ നമ്മൾ എത്രത്തോളം ഇപ്പോൾ ചിലർക്ക് പ്രാക്ടിക്കൽ സ്കില്ലായിരിക്കും കൂടുതൽ, ചിലർക്ക് തിയററ്റിക്കൽ സ്കില്ലായിരിക്കും കൂടുതൽ. അപ്പം അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ചേച്ചി ഒരു ചോദ്യം കൂടി, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കാനായിട്ടുള്ളത്? നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനും ഒരു മെൻ്റൽ പ്രിപ്പറേഷനും ഫിസിക്കൽ പ്രിപ്പറേഷനും ആവശ്യമുണ്ടല്ലോ. ഇപ്പം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ മെൻ്റലി നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം അതിനാവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇരിക്കുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടോ, പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് ഇങ്ങനെ മൂടി കെട്ടി നിൽക്കും. പിന്നെ വിൻ്ററൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെയിൽ തീരെ കുറവാണ്. വെയിൽ മീൻസ് വെളിച്ചം തീരെ കുറവാണ്. ഒരു 10 മണിയാകുമ്പോൾ നേരം വെളുക്കും, 3 മണിയാകുമ്പോഴേക്കും രാത്രിയാവും. പകല് ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മളെപ്പോഴും ഇരുട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഫാമിലീനെ വിട്ട് ആദ്യമായിട്ടൊക്കെ പുറത്തോട്ട് പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്കൊരു പെട്ടെന്നൊരു വിഷമം, പിള്ളേരെ വിട്ടുപോകുന്ന വിഷമം, അല്ലെങ്കിൽ ഫാമിലീനെ വിട്ടുപോകുന്ന വിഷമം, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഡിപ്രഷൻ വരും. കാരണം ഇവിടെ ഒത്തിരി പേരങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പം തുടക്കത്തിൽ നമ്മൾ ഭാഷ വേറെയാണ്, കൾച്ചർ വേറെയാണ്, കാര്യങ്ങൾ വേറെയാണ്, എല്ലാം വേറെയാണ്, ക്ലൈമറ്റ് വേറെയാണ്. അപ്പം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായിട്ട് തന്നെ വരണം, മെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നെ. പിന്നെ വൈറ്റമിൻ ഡി ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ തീരെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഹീമോഗ്ലോബിൻ നന്നായി കുറയും. കാരണം നമുക്ക് പച്ചക്കറികൾ അധികം കിട്ടാനില്ല അല്ലേ, പച്ചക്കറികൾ കിട്ടാനുള്ളതിന് തന്നെ നല്ല വിലയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നഴ്സുമാർക്ക് അറിയാമല്ലോ, ഒരു ഓട്ടോമാറ്റിക്കലി അത് ഡിപ്രഷനിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഫിസിക്കലിയും മെൻ്റലിയും കൂടെ ഒരു പ്രഷർ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിപ്രഷൻ വരും. അതിന് എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കണം. ക്ലോത്തും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാം തന്നെ ഇവിടുന്ന് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ടില്ല. കാരണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഡ്രസ്സുകൾ ഇവിടെ തന്നെ മേടിക്കായിരിക്കും നല്ലത്. നമ്മൾ വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം 1, 2, 3 ആയിരിക്കും. ബാക്കി ഇവിടെ വന്ന് എല്ലാം തന്നെ മേടിക്കാൻ കിട്ടും. നമ്മൾ കൊണ്ടുവന്നൊന്നും നമുക്ക് അങ്ങനെ അധികം യൂസ് ആയില്ല. ക്വാളിറ്റി കൊണ്ട് വ്യത്യാസം. പിന്നെ ഇവിടുത്തെ വെള്ളം തന്നെ ഹാർഡ് വാട്ടർ ആണ്. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണിയൊക്കെ കോട്ടൺ കൂടിയ മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് അരച്ചു പോയി ഇവിടെ വന്ന് വാഷ് ചെയ്യാം. അപ്പം നമ്മൾ തുണിയൊന്നും ഒരുപാട് വെച്ചവര് കൊണ്ടുവരുന്നതിൽ കാര്യമില്ലാന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുക്കർ വളരെ അത്യാവശ്യമാണ്. അതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ശരി, അത് അങ്ങനെയുള്ള മസാലകളും പാത്രങ്ങളൊക്കെ മാക്സിമം കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇവിടെ ഭയങ്കര വിലയാണ്, ടോയറാണ്. ശരിയാ, ഭയങ്കര എക്സ്പെൻസീവ് ആണ് പാത്രങ്ങൾ. പിന്നെ മസാലകളാണെങ്കിലും വളരെ എക്സ്പെൻസീവ് ആണ്. അത് ഇപ്പം
നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമ്മുടെ മസാലകൾ കിട്ടില്ല അല്ലേ. നമ്മൾ ഇവിടെ മലയാളി കടകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ കടകളുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യൻ കടകളിൽ മാത്രമാണ് എന്താ മസാലകളും ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് കുറച്ച് അരിയൊക്കെ നന്നായിട്ട് വറുത്ത്, അല്ലെങ്കിൽ എന്താ മസാലകളൊക്കെ നന്നായിട്ട് കേടാവാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതായിരിക്കും ഉപകാരപ്പെടും. കുറേ ഡ്രസ്സ് വലിച്ചവർ കൊണ്ടുവരുന്നതിൽ ഒരു കാര്യവും ഇല്ല. ഇവിടെ നോർത്ത് സ്റ്റോറിൽ പൊടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും നല്ല വിലയാണ്. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വിലയാണ്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ എന്തായിരുന്നു, പിന്നെ ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ വരാൻ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് അല്ലേ. നമുക്കിപ്പം വന്നപ്പോൾ ക്രാങ്കൻ ഹൗസുകാർ ബെഡ്, പുതപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നായിരുന്നു. ഇപ്പം എൻ്റെ കസിനൊക്കെ സ്റ്റുഡൻ്റായി വന്ന സമയത്ത് എന്തായിരുന്നു, അവർ ഒരു ബ്ലാങ്കറ്റൊക്കെ കട്ടിയുള്ളത് കൊണ്ടുവന്നായിരുന്നു. കാരണം അത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നുള്ള മട്ടിന്. പിന്നെ വേറെന്താ അത്ര. പിന്നെ നമ്മൾ പുതുതായിട്ട് ജർമ്മനിലേക്ക് വേറൊരു രാജ്യമാണല്ലോ, നമ്മുടെ അവിടെ കുറേ അകലെയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ കൾച്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ചിലപ്പോൾ ഇവരുടെ ആൾക്കാരുടെ സംസാരവും അവിടെ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. ഞങ്ങളുടെ ഇപ്പോഴും അത്, ഞങ്ങളിപ്പോൾ വന്നിട്ട് 1 വർഷം കഴിഞ്ഞേക്കണു, എന്നിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. കാരണം ഇവിടുത്തെ ലാംഗ്വേജും ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവ രീതികളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം നമ്മൾ മെൻ്റലി അതിനോട് ഒന്ന് അഡ്ജസ്റ്റഡ് ആവണം. എന്നാൽ പിന്നെ പതുക്കെ ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇവരുടേതായ രീതിയിലേക്ക് എത്തുള്ളൂ എന്നാണ് ഇതിന് മുമ്പ് വന്നവരൊക്കെ പറയണത്. അപ്പം ഞങ്ങളും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ടും ഇതുപോലെ തന്നെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ചെറിയ മനസ്സിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ആൾക്കാരുടെ സംസാരങ്ങളും അതൊക്കെ കേൾക്കുമ്പോൾ. അതിനോടൊക്കെ നമ്മൾ അഡ്ജസ്റ്റഡ് ആവണം. ശരിയാ, ഇവർ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ നമുക്കിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് കാപ്പി വേണോ ചോദിക്കും. അവർ ഒറ്റ പ്രാവശ്യം ചോദിക്കുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേണം എന്ന് തന്നെ പറയണം. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ മടി കൊണ്ട് നമുക്ക് വേണം, പക്ഷെ നമ്മുടെ മടി കൊണ്ട് നമ്മൾ അയ്യോ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കാപ്പി കിട്ടൂലേ അവിടെ പിന്നെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതായത് അവരെ നമ്മൾ കാപ്പി കുടിക്കില്ല എന്നവർ വിലയിരുത്തും. അപ്പം പൊതുവെ ഞാനൊക്കെ തന്നെ എല്ലാ ഫുഡും കഴിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ നോർമലി ആദ്യം തന്നെ തുടക്കത്തിൽ എനിക്ക് കോഫി വേണം, എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളോട് കേക്ക് കഴിക്കും, നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണം കഴിക്കാറുണ്ട്, അവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണം ഇപ്പം ഞാൻ ഇപ്പോഴും കഴിക്കും. പക്ഷെ ഈ പറഞ്ഞ തുടക്കത്തിൽ കുറച്ചു പേരൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്, അതെ ഞാനൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരിക്കലും അവനടുത്ത് കാപ്പിയുടെ കാര്യം ചോദിച്ചിട്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ഭക്ഷണം ഇവര് അങ്ങനെ ഫുള്ളി കുക്ക്ഡ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരല്ല. ആദ്യം നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ഭാവിയിൽ എന്തായാലും കഴിക്കാൻ പോകുന്ന ഒരു ഭക്ഷണമാണ്. അപ്പം മെന്റലി കുറച്ച് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാതെ കഴിക്കുക, കുറേശ്ശെ ടേസ്റ്റ് നോക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, നെക്സ്റ്റ് ടൈം നോക്കാം എന്നുള്ള രീതി പറഞ്ഞിട്ട് മാറ്റി വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഞാനിത് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവർ കൂട്ടില്ല. പിന്നെ നമ്മൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എനിക്കൊന്നും ഇപ്പോഴും ശരിക്കും ഇവിടുത്തെ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനോട് ഇപ്പോൾ നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോസേജ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മൾ കഴിച്ച് പഠിക്കും. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അതിനോടൊക്കെ അഡ്ജസ്റ്റഡ് ആവും. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന ഭക്ഷണമാണ് ഇവർ കഴിക്കുന്നത്. അപ്പം നമുക്ക് അത് കഴിക്കുന്നതാണ് വയറിനൊക്കെ നല്ലത്. കാരണം ഇവിടെ വരുമ്പോൾ നമ്മുടെ ഭയങ്കര കട്ടിയുള്ള മസാലകളൊക്കെ കൂടിയ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് വരും, വയറ് കേടാവും, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നം വരും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇവിടുത്തെ ഭക്ഷണങ്ങൾ കഴിച്ച് അതിനോട് അഡാപ്റ്റ് ആവുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. ഇവിടുത്തെ തണുപ്പിനായാലും ഇതൊക്കെ ഈ മറ്റേ ബട്ടർ അല്ലെങ്കിൽ മറ്റേ ബട്ടറൊക്കെ അത്യാവശ്യമാണ്. നമുക്ക് ഇഷ്ടമല്ലാതെ കൊണ്ട് കാര്യമില്ല, നമ്മളത് കഴിച്ചേ പറ്റൂ. അതൊക്കെ നമ്മൾ പതുക്കെ ശരിയായിക്കോളും, അതിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ചേച്ചിമാരെല്ലാം പറഞ്ഞ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ജർമ്മനിയിലോട്ട് വരാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഇനിയും നല്ല കുറച്ച് വിശേഷങ്ങളുമായിട്ട് കാണുമ്പോഴേക്കും ബായ്.